യെസ്, ഇപ്പൊ കേൾക്കാവോ? ചെറിയൊരു വർക്ക് നടക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഒരു ചെറിയ തടസ്സം വരുന്നത്. സാരമില്ല, കുഴപ്പമില്ല, കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ശരി. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന് ഇതുപോലെ കുറെ വാക്കുകൾ അതിന്റെ ഡിക്ഷണറിയിലുണ്ട്. ആ വാക്കുകളൊക്കെ ഉപയോഗിച്ചെന്നാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ പറ്റും. എന്തൊക്കെയാണെന്ന് നോക്കാലോ. ഓക്കെ, മൂവിങ് ദ ടർട്ടിൽ. ഫസ്റ്റ് ഫോർവേഡ്. ഫോർവേഡ് സ്പെല്ലിംഗ്. വാട്ട് ഇസ് സ്പെല്ലിംഗ് ഓഫ് ഫോർവേഡ്? FORWARD, ഫോർവേഡ്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ FT എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോർവേഡ്? ഫോർവേഡ് മീൻസ് വാട്ട്? ആർക്കെല്ലാം അറിയാവോ? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ഫോർവേഡ്? ഗോ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഫോർവേഡ് എന്ന് ബാക്കിലേക്ക് പോകുന്നതിനാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചേ. മുന്നോട്ട് പോകുന്നതിനാണ് കേട്ടോ, മുന്നോട്ട് പോകുന്നതിനാണ് ഫോർവേഡ് എന്ന് പറയുന്നത്. ബാക്കിലേക്ക് പോകുന്നതിന് ബാക്ക്വേർഡ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ പഠിക്കാനുണ്ട്. ഓക്കെ, ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ടില് കമ്പ്യൂട്ടറിൽ FD എന്ന് പറയുന്നു. ദ FD കമാൻഡ് മൂവ്സ് ദ ടർട്ടിൽ ഫോർവേഡ് ദ ഗിവൺ നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പോൾ ഇത് ഓരോ സ്റ്റെപ്പ് പോകുന്ന എത്ര സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്ന് നമ്മൾ ആദ്യം ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇഫ് ഇറ്റ് ഹാസ് ടു ഗോ ടു 5 സ്റ്റെപ്സ് വി ഹാവ് ടു ടൈപ്പ് FD 5. ഫോർവേഡ് 5. അപ്പൊ ഇത് ടർട്ടിൽ എന്ത് ചെയ്യും? ഇറ്റ് വിൽ മൂവ് 5 സ്റ്റെപ്സ്. നമ്മൾ FD 5 എന്ന് അടിച്ചു കൊടുത്താൽ അത് 5 സ്റ്റെപ്പ് മുന്നോട്ട് പോകും. ഇനി നമുക്ക് 10 സ്റ്റെപ്സ് ആ വേണ്ടതെങ്കിൽ അല്ലെങ്കിൽ 8 സ്റ്റെപ്സ് ആ വേണ്ടെങ്കിൽ FD എന്ന് അടിച്ചതിന് ശേഷം ഹൗ മെനി സ്റ്റെപ്സ് വി നീഡ് ദാറ്റ് മെനി നമ്പർ 5, 8 or 12 ലൈക്ക് ദാറ്റ് വേ. എത്ര വേണമെന്ന് വെച്ചാൽ അത്രയും നമ്മൾ അടിച്ചു കൊടുക്കുക. സോ ദ ടർട്ടിൽ വിൽ ഗോ മൂവ് ഫോർവേഡ് 5 സ്റ്റെപ്സ്. സെക്കൻഡ് വണ് അതായത് നമ്മുടെ പേജ് 61 ഫസ്റ്റ് പിക്ചർ നോക്കിയേ. ഫോർവേഡ് മുന്നോട്ട് പോകുന്ന കണ്ടോ? ഓക്കെ, കമാൻഡർ FD 50 ആണ് കൊടുത്തേക്കുന്നത് അല്ലേ? FD 50 എന്ന് കൊടുത്തത് നിങ്ങൾ കാണുന്നുണ്ടോ? ക്യാൻ യു സി? എനിക്കിപ്പം ക്യാമറ ഓഫ് ആക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ഓഫ് ആയതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ പേജ് നമ്പർ 61 ചിത്രം നോക്കുക. ഫസ്റ്റ് ചിത്രം കണ്ടോ എല്ലാവരും? വെരി ഗുഡ്. ഹസ്ന ആൻഡ് ഓൾ ആർ ഷോയിങ്. ഓക്കെ, അതിനകത്ത് കമാൻഡർ എന്നുള്ളതിന്റെ താഴെ ബോക്സ് അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പൊ അവിടെ FD 50 എന്നാ കൊടുത്തേക്കുന്നത് കണ്ടോ? Those who have seen that, please show your thumb. Okay. Juliet and also Angel Rose kandu, Jevin kandu, Avani Gutti kandu, Alan kandu. Famous anda mane? Yes, good. Joyle evide poi? Joel mungiya video yum audio okke off cheyidittu Nida kutti kando mole? ജോയിലെ കണ്ടോ? മോൻ കണ്ടോ? ഓക്കെ, ഗുഡ്. റിലു ഡിഡ്ന്റ് സീ? ഓക്കെ, റിലു ഓൾസോ ഉണ്ട്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? അത് 50 സ്റ്റെപ്സ് ഫോർവേഡ് പോകും. 50 സ്റ്റെപ്പ് ഫോർവേഡ് പോകും. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് അടുത്തതെന്ന് പറഞ്ഞാൽ ബാക്ക് ആണ്. അപ്പം വേർഡ് ബാക്ക് ഓർ BK. ഫോർവേഡിന് എന്തായിരുന്നു കൊടുക്കുന്നത്? ഷോർട്ട് ഫോം FT. ബാക്കിന് കൊടുക്കുന്നത് എന്താണ്? BK. അപ്പൊ BK കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ബാക്കിലേക്ക് വരും. ബാക്ക് എന്ന് പറയുമ്പോൾ പുറകോട്ട്. ഓക്കെ, ബാക്കിലേക്ക് വരും. കമാൻഡ് മേക്സ് ദ ടർട്ടിൽ മൂവ് ബാക്ക് ദ ഗിവൺ നമ്പർ ഓഫ് സ്റ്റെപ്സ്. അപ്പൊ താഴത്തെ ചിത്രം നോക്കിക്കേ, രണ്ടാമത്തെ ചിത്രം നോക്കിക്കേ. BK 50 എന്ന് കൊടുത്തപ്പോൾ എവിടെ എത്തി? നമ്മുടെ ടർട്ടില് പുറകോട്ട് വന്നു. കണ്ടോ നിങ്ങൾ രണ്ടാമത്തെ ചിത്രത്തില്? ആദ്യത്തെ ചിത്രത്തിന്റെ കമാൻഡ് എന്തായിരുന്നു? FD 50. വെൻ വി ഗേവ് ദ FD ഫോർവേഡ് 50 കൊടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? 50 സ്റ്റെപ്പ് മുന്നോട്ട് പോയി. ഇനി ബാക്കിലേക്ക് വന്ന BK കൊടുത്തിട്ട് BK 50 കൊടുത്തപ്പോൾ അത് ബാക്കിലേക്ക് വന്നു. രണ്ട് പിക്ചറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓക്കെ. സോ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് ഫോം എന്താണ്? FD. വെരി ഗുഡ്. ഓക്കെ, ബാക്ക്വേർഡ് വരാനോ? BK. വെരി ഗുഡ്. നെക്സ്റ്റ് സെറ്റ്. SETH. ഈ സെറ്റ് എന്താണെന്ന് വെച്ചാൽ സെറ്റ് കമാൻഡ് ഈസ് യൂസ് ടു ടേൺ ദ ടർട്ടിൽസ് ഹെഡ് ആൻഡ് മേക്ക് ഇറ്റ് ഫേസ് ഇൻ അനദർ ഡയറക്ഷൻ. സെറ്റ് എന്ന് പറയുമ്പോൾ SETH എന്ന് പറഞ്ഞാൽ സെറ്റ് ഡയറക്ഷൻ ആണ്. അതായത് ഈ ടർട്ടിലിന്റെ ഹെഡ് ഇല്ലേ, അതാരാണ് ഇടയ്ക്ക് സംസാരിക്കുന്ന കുഞ്ഞ്? വീഡിയോ ഓഡിയോ ഓഫ് ചെയ്യാനുള്ളവർ മ്യൂട്ട് ചെയ്ത് വെക്കണേ. ജെവിനാന്ന് തോന്നുന്നു.
ജെവിൻ മോനെ, ജെവിന്റെ ഓഡിയോ ഒന്ന് ഓഫ് ചെയ്യണേ. അതുപോലെ ആരാ? നിതക്കുട്ടി. നിത മോളെ, മോളുടെ ഓഡിയോ ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. ചെറുതായിട്ട് കേൾക്കുന്നു. മോളൊന്ന് എണീറ്റിട്ട് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയിരിക്കണേ. നെറ്റിന്റെ പ്രോബ്ലം കൊണ്ടായിരിക്കാം കേട്ടോ മക്കളെ. ശരി. സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് കമാൻഡ് ഈസ് യൂസ് ടു ടേൺ ദ ടർട്ടിൽസ് ഹെഡ്. അതായത് ഈ ടേർട്ടിലിന്റെ ഹെഡ് ഡയറക്റ്റ് ചെയ്യുന്നത് തിരിക്കുന്നതിന് വേണ്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ ലെഫ്റ്റ് സൈഡിലേക്കോ റൈറ്റ് സൈഡിലേക്കോ ബാക്ക്വേർഡോ അങ്ങനെ എങ്ങോട്ടെങ്കിലും തിരിക്കാൻ വേണ്ടി, ഹെഡ് തിരിക്കാൻ വേണ്ടി. ഹെഡ് എന്ന് പറയുമ്പോൾ മനസ്സിലായില്ലേ? ഓ, കാണിച്ചു തരാൻ പറ്റൂല അല്ലേ? ട്രയാങ്കിൾ ത്രികോണം കണ്ടില്ലേ? അതിന്റെ ഹെഡ്. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. സോ സെറ്റ് കമാൻഡ്, സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഹെഡ് ആണ്. SETHEAD സെറ്റ് ഹെഡ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. SETH വന്നേക്കുന്നത് സെറ്റ്. അപ്പൊ സെറ്റ് എന്ന് പറയുമ്പോൾ സെറ്റ് ഹെഡ് ആണ്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? ടു ടേൺ ദ ഡയറക്ഷൻ ഓഫ് ദ ഹെഡ് ഓഫ് ടർട്ടിൽ. ദ ഫുൾ ഫോം ഓഫ് സെറ്റ് ഈസ് സെറ്റ് ഹെഡിങ്. യൂസ് ദ ചാർട്ട് ബിലോ to tell the turtle in which direction should turn it. അതായത് നമ്മൾ take page 62. Now take page 62. ഫസ്റ്റ് പിക്ചർ കണ്ടോ? ഓക്കെ, പേജ് നമ്പർ 62 ഫസ്റ്റ് പിക്ചർ. അവിടെ നമുക്ക് ടേർട്ടിലിന്റെ പൊസിഷൻ തിരിഞ്ഞു. അതിന് ഇപ്പുറത്തെ നമ്മുടെ പേജ് നമ്പർ 61 ടർട്ടിലിന്റെ ഹെഡ് എങ്ങോട്ടാ? മേളിലേക്കാണ് അല്ലെ? പക്ഷെ ഇപ്പുറത്ത് വന്നപ്പോഴേക്ക് ഒരു സൈഡിലേക്ക് തിരിഞ്ഞു. It has turned the direction അല്ലെ? അപ്പൊ അതിനെന്താ കമാൻഡ് കൊടുത്തേക്കുന്നത്? അവിടെ എന്താ എഴുതിയേക്കുന്നത്? സെറ്റ് ഹെഡ് 135 BK 50 എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ആർക്കെങ്കിലും മനസ്സിലായോ അത്? അതായത് സെറ്റ് ഹെഡ് 135 കൊടുത്തു. അപ്പൊ അത് 135ലേക്ക് തിരിഞ്ഞു. ഇനി ബാക്കിലേക്കാണ്, പുറകോട്ട് വരണം. BK ആണ് കൊടുത്തേക്കുന്നത് അല്ലെ? ആവണിക്കുട്ടി എന്താ മുത്തേ അങ്ങോട്ടൊക്കെ തിരിഞ്ഞിരിക്കുന്നേ? വേർ ഇസ് യുവർ ടെക്സ്റ്റ് ബുക്ക് മൈ ഡിയർ? കയ്യിലുണ്ടോ പുസ്തകം? എന്നിട്ടാണോ അങ്ങോട്ട്? ക്യാമറനെ ഫേസ് ചെയ്തിരിക്കണം കേട്ടോ മോളെ. ഓക്കെ, ഗുഡ്. Okay. You want to turn the turtle like this. Look at the chart. Which number points down the right? Yes, 135. Okay. ഇനി ഇപ്പോൾ നമ്മൾ കണ്ട ചിത്രത്തിന് താഴെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ചിത്രം തന്നിട്ടില്ലേ? ഫിഗർ 6.6 എന്ന് പറഞ്ഞ പേജ് 62 തന്നെയുള്ള രണ്ടാമത്തെ ചിത്രം കണ്ടോ? അത് തന്നെ ജൂലിയറ്റ് കാണിച്ച അതേ ചിത്രം. മിസ്സിന്റെ വീഡിയോ ഓഫ് ആയതുകൊണ്ട് കാണാൻ പറ്റൂല. നിങ്ങളുടെ എല്ലാം ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ 6.6 റൗണ്ട് ഷേപ്പില് കുറെ ഇങ്ങനെ ആരോ മാർക്കുകൾ വരച്ചിട്ട് കണ്ടോ? അതില് 0 ഉണ്ട്, 45 ഉണ്ട്, 90 ഉണ്ട്, 135 ഉണ്ട്, 180 ഉണ്ട്, 225 ഉണ്ട്, 270 ഉണ്ട്, 350 ഉണ്ട്. 50 അല്ല. ഓക്കെ. അത് തന്നെ അജിസല്ലേ? അത് തന്നെ അജിസൽ കാണിച്ചു തന്നെ. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന കണ്ടോ? 135 ആണ് നമ്മുടെ മേളത്തെ ചിത്രത്തില് തന്നിരിക്കുന്ന കമാൻഡ്. സെറ്റ് ഹെഡ് 135. അപ്പോൾ തന്നെ നമുക്ക് താഴത്തെ പിക്ചറിൽ ഫിഗർ 6.6 നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും തിരിഞ്ഞത് 135 ഡിഗ്രിയിലാണ് തിരിയാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഓക്കെ, സോ നെക്സ്റ്റ് 180 ഉണ്ട്, 225 ഉണ്ട്, 270 ഉണ്ട്, 315 ഉണ്ട്, 45, 90. സോ ഏതൊക്കെ സെറ്റിംഗ്സ് ആണ് അതിലുള്ളത്? ജെവിൻ പ്ലീസ് ക്യാൻ യു റീഡ്? ജെവിൻ 0, 45. പ്ലീസ് അൺമ്യൂട്ട് യുവർ സെൽഫ്. റീഡ് പ്ലീസ്. 0, 45, 90, 135, 135, 180, 225. Yes, very good. 270,
315. ഓക്കെ, 0 മുതലാണ് തുടങ്ങുന്നത് അല്ലെ. അപ്പൊ നമുക്ക് മേലത്തെ ചിത്രത്തില് 135 തിരിക്കാനാണ് പറഞ്ഞേക്കുന്നത്. സെറ്റ് 135 ആണ് കൊടുത്തത് അല്ലെ. ഇനി നമുക്ക് ആവണിക്കുട്ടി, ആവണി മോളെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, ഓക്കെ. Okay, if we want to turn the set the head of the turtle into 225, അതായത് നമുക്കിപ്പോ മേലത്തെ ചിത്രത്തിൽ 135 ആണുള്ളത്. നമുക്ക് അതിനെ 225 എന്ന് ആക്കണമെങ്കിൽ എന്താണ് കമാൻഡ് നമ്മൾ കൊടുക്കേണ്ടി വരിക? വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റുന്നതല്ലേ? അവണിക്കുട്ടിക്ക് മനസ്സിലായില്ലേ ടീച്ചർ ചോദിച്ചത് എന്താണെന്ന്? അതായത് നമ്മുടെ 62 പേജ് നമ്പർ 62 ഫസ്റ്റ് പിക്ചറില് സെറ്റ് 135, സെറ്റ് ഹെഡ് 135 എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. ഇനി ആ 135 നമുക്ക് 225 ആക്കണമെങ്കിൽ എന്ത് കമാൻഡാണ് കൊടുക്കേണ്ടത്? Who knows to answer that? അത് ആർക്ക് പറയാൻ പറ്റും? ആർക്കും പറയാൻ പറ്റത്തില്ല. വളരെ ഈസി ആയിട്ടുള്ള ആൻസർ. റിലു എന്താ മുത്തയ്പ എഴുതുന്നേ? റിലു ആബിദ്, പെൻ ഡൗൺ പ്ലീസ്. ഏഞ്ചൽ റോസ്, ക്യാൻ യു ആൻസർ? യെസ്, പ്ലീസ് അൺമ്യൂട്ട് ആൻഡ് ആൻസർ. Chef 205. വെരി ഗുഡ്, വെരി ഗുഡ്. ജസ്റ്റ് ആ നമ്പർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. അവിടെ 135 തന്നു, നമുക്ക് ഏതാണോ നമ്പർ വേണ്ടത് ആ നമ്പർ അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി അല്ലേ. ദാറ്റ്സ് ഓൾ. ഇപ്പൊ നമുക്ക് 315 ആണെങ്കിൽ സെറ്റ് 315, ഓർ ഇഫ് യു വാണ്ട് 90 സെറ്റ് 90. ദാറ്റ്സ് ഓൾ. അത്രേ ഉള്ളൂ. ആ നമ്പർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. SETH 190. എന്താണ് നമുക്ക് വേണ്ടത് ആ നമ്പർ അങ്ങോട്ട് ആഡ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, അത്രയും മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ താഴെ ഇവിടെ ഒരു ക്ലിക്ക് ടൈം തന്നിരിക്കുകയാണ്. വിച്ച് സെറ്റ് കമാൻഡ് വുഡ് ടേൺ ദ ടർട്ടിൽ ഇൻ ദ ഫോളോയിങ് ഡയറക്ഷൻസ്. അപ്പൊ 135, 100, ഇതിലെ ഓരോ ചിത്രത്തിനും ഒന്നാമത്തെ പടത്തിന് ഏതാണ്, രണ്ടാമത്തെ പടത്തിൽ ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ബിക്കോസ് ടൈം ഈസ് അപ്പ്. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ. അപ്പൊ എക്സാമിന് റെഡി ആകാം. മിസ് പോർഷൻ ഒക്കെ ഇട്ട് തന്നേക്കാം കേട്ടോ. ബൈ. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള എന്റെ കുഞ്ഞിപ്പെണ്ണൊക്കെ എന്തിയാ പോയിട്ട് വേഗം കഴിച്ചേ. ഓക്കെ, ബൈ. Bye.